ഹായ് ഹലോ, ഇതെന്താന്ന് കണ്ടപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും അല്ലേ? ഇലയട. പക്ഷേ ഈ അടേൻ്റെ അകത്തുള്ള സാധനം ചക്കയാണ് കേട്ടോ. ചക്ക വെച്ചിട്ട് അട ഉണ്ടാക്കിയതാണ്. ഈ പ്രാവശ്യത്തെ പഴുത്ത ചക്ക ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായ പഴുത്ത ചക്ക വെച്ചിട്ട് ഞാൻ അട ഉണ്ടാക്കാമെന്ന് കരുതി. പഴുത്ത ചക്ക വെച്ചിട്ട് ഒരുപാട് സ്പെഷ്യലുകളുണ്ട് അല്ലേ, കുറേ വിഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അട ഉണ്ടാക്കാമെന്ന് കേട്ടോ. ചൂടോട് കൂടി മുറിച്ചപ്പോൾ ദേ ഒന്ന് പൊട്ടിപ്പോയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചൂടോട് കൂടിയും തണുത്താലും ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അരിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഒരു അരക്കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. നല്ല തിളപ്പിച്ച് ഉരുക്കിയെടുത്തതിന് ശേഷം അതിലത്തെ കരട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് അരിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചക്ക ഉണ്ടല്ലോ, കുരുവൊക്കെ കളഞ്ഞ് ചവണിയൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്നിങ്ങോട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഒന്ന് കടിക്കാനൊക്കെ കിട്ടുന്ന ഒരു രസമല്ലേ. അപ്പോൾ ഞാൻ അരച്ചെടുത്തു. ഇവിടെ വോൾട്ടേജ് കുറവുണ്ടായിരുന്നു കേട്ടോ കറണ്ടിന്. അപ്പം മിക്സി അധികം നേരം കറക്കാൻ നിന്നില്ല, ഞാൻ കുറച്ചേ കറക്കിയുള്ളൂ. പിന്നെ ഒന്ന് കടിക്കാനല്ലേ, പ്രശ്നമൊന്നുമില്ല വിചാരിച്ചു. ഒരു ചട്ടി വെച്ച് അതിലോട്ട് ഈ ഉരുക്കി നമ്മൾ തരിച്ച് മാറ്റിയ ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ ചക്ക ജസ്റ്റ് ഒന്ന് അടച്ചിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, കഷ്ണങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് കടിച്ചൊക്കെ ഞാൻ കുറച്ച് കയ്യിൽ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഉടയ്ക്കാൻ നോക്കി. പക്ഷേ കുഴപ്പമില്ല, ചവയ്ക്കാൻ രസമാണല്ലോ, കടിക്കാൻ കിട്ടുമ്പോൾ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാൻ കയ്യിലൊക്കെ വെച്ചിട്ട് ഞാൻ തട്ടിക്കൊടുക്കുന്നുണ്ട്. മീഡിയത്തിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ശർക്കരയും ഇതും കൂടെ ഒന്ന് നല്ലപോലെ, ശർക്കരയും ചക്കയും കൂടെ നല്ലപോലെ ഒന്ന് തിളച്ചിങ്ങനെ വറ്റി വരാൻ തുടങ്ങുമ്പോൾ ഞാൻ അതിലോട്ട് കണ്ടോ തിളച്ചു ഒന്ന് കുറുകി വരാനാകുമ്പോഴത്തേന് ഞാൻ അതിലോട്ട് ഒരു 1/2 കപ്പ് തേങ്ങ കേട്ടോ. അധികമൊന്നും ഇടേണ്ട ആവശ്യമില്ല, കാരണം ചക്ക ഉണ്ടല്ലോ കടിക്കാൻ ഓൾറെഡി. അപ്പോൾ പിന്നെ നമുക്ക് തേങ്ങ അത്ര ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂന്നും കൂടെ ശർക്കരപ്പാനിയും ചക്കയും തേങ്ങ എല്ലാം കൂടെ ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് നമുക്ക് ഇതിനകത്തിട്ട് ആ വെള്ളം ഉണ്ടല്ലോ അതൊക്കെ വറ്റിച്ചെടുക്കണേ. അപ്പോൾ ലേശം ഒരു 4 ഓളം ഏലക്കായ പൊടിച്ചതും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി ഇതിലത്തെ വെള്ളം വറ്റിച്ചെടുക്കുന്ന അതുവരെ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. തീ മീഡിയത്തിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ചക്ക കഷ്ണങ്ങൾ കാണാനുണ്ട്, കുഴപ്പമില്ല, നമുക്കത് കടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യത്തെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക, അതുവരെ കൈവിടാതെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഇളക്കി ഇതിലത്തെ വെള്ളം വറ്റണം എന്ന് പറയാൻ കാരണം അറിയാലോ, നമ്മുടെ ഇത് ആവി കയറ്റിയെടുക്കുമ്പോൾ അപ്പുറത്തു കൂടി ഇപ്പുറത്തു കൂടി ഒക്കെ ഒലിച്ചിറങ്ങും ശർക്കരപ്പാനിയല്ലേ. അപ്പോൾ ആദ്യത്തെ വെള്ളം പോട്ടെ എന്ന് കരുതിയിട്ടാണ് നല്ല പോലെ വരട്ടിയെടുക്കുന്നുണ്ട്. ആദ്യത്തെ വെള്ളമൊക്കെ വറ്റിച്ചതേ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മിക്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം. നിങ്ങൾ അതിൽ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റ് എല്ലാം മാറ്റി എടുക്കുക, അത്രമാത്രം. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെള്ളം തിളച്ചതിന് ശേഷം 1 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി കേട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ നമ്മളത് ഇളക്കി യോജിപ്പിച്ച് എന്താ പറയുക, മാവാക്കി മാറ്റണം. നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴക്കില്ല, അതിനെക്കാട്ടും കുറച്ചുകൂടെ ലൂസാവുക നല്ലത്. ഞാൻ ചെയ്തപ്പോൾ കുറച്ച് ടൈറ്റായിപ്പോയി. പിന്നെയും ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം, എൻ്റെ അടുത്ത് ഞാൻ ചൂടുവെള്ളം ആക്കി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അത് മതിയെന്ന് വിചാരിച്ച് അങ്ങനെ മാറ്റിയപ്പോൾ ഒന്ന് ജസ്റ്റ് ആ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. കുഴയ്ക്കുമ്പോൾ ചൂട് ആവുമല്ലോ എന്ന് കരുതിയിട്ട് 1 സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എണ്ണ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നല്ലപോലെ കുഴച്ചെടുത്ത് ആദ്യം കുഴച്ചപ്പോൾ കൈ നല്ലപോലെ പൊള്ളിട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഇല വെച്ചിട്ട് നമ്മുടെ കൈ വെച്ചിട്ട്, അപ്പോൾ നമ്മൾ കയ്യിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെള്ളം ഇങ്ങനെ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ കൈ ഒന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ അത് സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ നടുക്കിൽ നമ്മുടെ ഈ ചക്കയുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇല മൊത്തത്തിലൊന്നും പരത്താൻ പോയിട്ടില്ല കേട്ടോ. അതുപോലെ ചക്കയും തന്നെ നടുക്കിൽ മാത്രമേ ഇടുന്നുള്ളൂ. അരിക്കിലൊക്കെ നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടേക്കൊന്നും ആവാത്ത വിധത്തിൽ തന്നെയാണ് നടുക്കിൽ മാത്രമേ ആക്കിയിട്ടുള്ളൂ. അങ്ങനെ എല്ലാ ഫില്ലിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലതും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10-11 ഉണ്ടാക്കിട്ടോ.
2 റോളും ഒരു ബോൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെ ഇല വെച്ചിട്ട് ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റിയെടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊഴിച്ച് തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഈ ഇലയൊക്കെ അടുക്കി പെറുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം വെച്ച് കൊടുത്ത് ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ബോൾ പോലെ അങ്ങനെ ഉണ്ടാക്കിയായിരുന്നു. മോനിങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവന് 2-3 ഇങ്ങനെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അതും അതിലോട്ട് വെച്ച് ഒക്കെ വാങ്ങി. സംഭവം സൂപ്പർ.